ഇത് ആ നിൽക്കുന്നതാണ് പശുക്കുട്ടി, 18 റുപ്യൻ്റെ പശുക്കുട്ടി. അതാണ്. ഇതിനെ കഴുകി ഇതാ നല്ല വൃത്തി പോലെ പരിചരിച്ചാൽ ഇതാ നല്ല വൃത്തി ആയിട്ട് പരിചരിക്കുകയാണെങ്കിൽ ഇതിനെ നന്നായിട്ട് പോറ്റാൻ പറ്റും. ഇതിൻ്റെ ഇനം ഏതാന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നല്ല ഒരു ഇനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനെ അത്ര ഒരു പരിചരണം ഉണ്ട് എന്നുവെച്ചാൽ. പക്ഷേ ഇപ്പോൾ ആള് ലേശം കുറച്ചൊരിതാണ്, വെള്ളം കൂടി കുറവാണ്. മറ്റേ നല്ല വെള്ളം കുടിക്കും, തീറ്റയും എല്ലാം തിന്നും. പിന്നെ ഇപ്പോൾ ഇവിടെ പുല്ലില്ല, വൈക്കോല് അല്ല, പുല്ലില്ല, വൈക്കോല് മാത്രമല്ല തീറ്റ. നല്ല പുല്ലുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഉഷാറായിട്ട് വളരും. ഒരു വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാം പരിചരിക്കുക. 18 റുപ്യ ചോദിക്കുന്നത്. നല്ല കാണാൻ ചൊറുക്കുള്ള നല്ല പശുക്കുട്ടിയാണ്. ഇതൊക്കെ കണ്ടതെന്ന് അറിയാം. മുനീർക്കാൻ്റെ, നമ്മളെ മുതലാളിൻ്റെ ആണ്. ഞാൻ പണിക്കാരനാണ്, മുതലാളിൻ്റെ ആണിത്. 4 പോത്തുകൾ, അടിപൊളി പോത്തുകളുണ്ട്. ഇതിൻ്റെ വിലയൊക്കെ മുതലാളിക്ക് അറിയുള്ളൂ, മുനീർക്ക് അറിയുള്ളൂ. ഞാൻ പണിക്കാരനാണ്. അതിൻ്റെ കറക്റ്റ് വിലകളൊക്കെ മൂപ്പർക്ക് അതിൻ്റെ അറിയുള്ളൂ. ഇപ്പോൾ ഇവിടെ 8 ഉണ്ടായിരുന്നു, ഇപ്പോൾ ആകെ 4 പോത്തുകൾ. പിന്നെ ഒരു കാള ഉള്ളത്. കാളൻ്റെ വില ഒന്നും എനിക്കറിയില്ല. അതൊക്കെ മുതലാളിയായിട്ടുള്ളതല്ല, വിലയായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല. നമുക്ക് ഇവരെ പരിചരിക്കുക, ഇവർക്ക് വൈക്കോല് കൊടുക്കുക, ഇവരെ കഴുകുക, തൊഴുത്ത് നന്നാക്കി വൃത്തിയാക്കുക, ഇവർക്ക് വേണ്ട എന്താ വെച്ചാൽ ചെയ്തു കൊടുക്കുക, അത് മാത്രം. ഈ വിലകളൊക്കെ നിർണ്ണയിക്കുന്നത് മൂപ്പര് മാത്രം. അതൊക്കെ മുതലാളി. എന്താ നല്ല അടിപൊളി കാളക്കുട്ടി. ഇവൻ ഭയങ്കര വിശകാണ് ആള്. പശുവിൻ്റെ വില മാത്രം എനിക്കറിയാം, അതിനെ 18 റുപ്യ. ബാക്കിയൊക്കെ മുതലാളി ഡീൽ ചെയ്യലാണ്. ഇതിനെ പോത്തിനെ നോക്കാൻ വരുന്നവരോട് ഒരു ഡീൽ ചെയ്യും. അങ്ങനെ അല്ലാതെ എനിക്ക് അറിയില്ല. എൻ്റെ പേര് പരമേശ്വരൻ, വീട് ചേളാരിയാണ്. ഇവിടെ എത്തിയിട്ട് ഇതാ 3ാമത്തെ മാസം. ജോലി എന്ന് പറഞ്ഞാൽ ഇതിനെ ഇവരെ ചാണം എടുക്കണം, ഇവരെ കഴുകണം, പിന്നെ ഇവർക്ക് വൈക്കോല് കൊടുക്കണം, പിന്നെ ഇതാ ചാണം ഒക്കെ അങ്ങോട്ട് കോരിയിട്ട് അത് ഉണക്കണം, ഉണക്കിയ ചാണം ചാക്കിലാക്കിയിട്ട് ഇതൊക്കെ തന്നെ എൻ്റെ ജോലി. ഇവിടെ വരുന്നത് പിന്നെ വലിയ വലിയ കന്നുകളുണ്ട്. വലിയ പോത്തൊക്കെ വരും. 1,30,000 40,000 റുപ്യ വിലയുള്ള കന്നുകളൊക്കെ വരും, വലിയ പോത്തുകൾ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോത്ത്. പിന്നെ കാള വരലുണ്ട്. ഇപ്പോൾ കാള കുറച്ച് കുറവാണ്, കാള വരും. എനിക്ക് മൃഗങ്ങളായിട്ട് നല്ല ഇഷ്ടമാണ്. അതായത് ഇവരെ പരിചരണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള പണി ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് കയറി പറ്റിയത്. വേറെ ഒന്നുമല്ല, ഇതിന് വലിയ ശമ്പളം ഉണ്ടായിട്ടില്ല. എന്നാലും എനിക്ക് ഒരു അതിനോടുള്ള സംതൃപ്തി, നല്ലൊരു സുഖമായിട്ട് തോന്നുന്നുണ്ട് അതിനെ പരിചരിക്കുമ്പോൾ. അതുള്ളൂ. അതല്ലാതെ ഞാൻ ഈ 24 മണിക്കൂർ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി വേറെ എങ്ങോട്ടും പോകാൻ കഴിയില്ല. എന്നാലും ഇവിടെ എനിക്ക് നല്ലൊരു സന്തോഷം ഇങ്ങനെ കിട്ടുന്നുണ്ട്. അത് മതി. അത്രയൊരു സന്തോഷത്തിൽ ആ ആറ്റുകളിൽ നോക്കാം, അങ്ങനെ പരിചരിക്കുക. നമ്മൾ ഇത് ഒരു അന്ന് പോകുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഇത് കച്ചവടമാണല്ലോ, അപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ആ ടെൻഷന് നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇത് ഇവിടെ വരും പോവും. അങ്ങനെ ഒരുപാട് കന്നുകൾ വരും പോവും. അങ്ങനെ അത് കച്ചവടം ആയതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു ഇതില്ല. ഇവന് ഭയങ്കര പോക്കിരിയ ഈ കാള. ഇവൻ്റെ അടുത്ത് അടുക്കാൻ പറ്റൂല. ഇവന് ഭയങ്കര പോക്കിരിയ. അനങ്ങി അവൻ സൈസാക്കും ആളെ. തീറ്റ കൊടുക്കുമ്പോൾ പ്രശ്നമില്ല. തീറ്റ കൊടുക്കാതെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുകയൊക്കെ ആണെങ്കിൽ ഇവൻ സൈസാക്കും. ഞാൻ അഴിച്ച് കെട്ടലുമില്ല. അഴിക്കാൻ മുന്നീർ മാത്രമേ അഴിക്കുള്ളൂ. പ്രാവശ്യം നമ്മളെ കുത്താൻ വന്നപ്പോൾ ഞങ്ങൾക്ക് കെട്ടലുമില്ല. അങ്ങനെയാണ്, മുന്നീർ മാത്രമേ ഇതിനെ കെട്ടുള്ളൂ. പോത്തിനെ ഏതും പിടിക്കും. പോത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഓടൂല. കാള അല്ല, കാള ബാക്കിലേക്ക് അടിച്ചാളൂ. അങ്ങനത്തെ സാധനമാണ്. ഇനി ഇവിടെ ഇതാ 3 ചെമ്മരിയാടുണ്ട്. ഇതൊക്കെ മുതലാളിൻ്റെ ആണ്. മുതലാളി ഇങ്ങനെ വെറുതെ കൊടുക്കാനൊന്നുമല്ല, ഒരു ഇതിന് നേരം പോക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു 10-11 മണിയൊക്കെ വണ്ടീൻ്റെ തിരക്ക് കഴിഞ്ഞാൽ ഈ റോഡിൽ രാവിലെ അതിരാവിലെ ഭയങ്കര തിരക്കാണ്. ആ തിരക്ക് കഴിഞ്ഞാൽ ഇതിൽ പുറത്തേക്ക് വിടും. ആ തിരക്ക് കഴിഞ്ഞാൽ പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു പോവുക ചെയ്യുക. അപ്പോൾ വിടാനായി ഒരു 11 മണിയായാലും വിടും. ആ തീറ്റ ഇവർ പുല്ലൊക്കെ കൊണ്ട് കൊടുക്കും. പിന്നെ വെള്ളം, പിണ്ണാക്കിന് വെള്ളം, കലക്ക് ഇതൊക്കെ കൊടുക്കും. പിന്നെ പുല്ലാണ് അധികം തിന്നുക, വേറെ ഇതൊന്നും തിന്നില്ല. പിന്നെ പഴത്തിൻ്റെ തോട്, വത്തക്കത്തോട് ഇതൊക്കെ തിന്നും. ഇവിടെ ഒരു പശു ഉണ്ടായിരുന്നത്, 4 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശു ആയിരുന്നു. അതിനിപ്പോൾ കൊടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. നല്ല പശുവായിരുന്നു, നല്ല ഇനം ഒരു പശുവായിരുന്നു. അത് ഒരാഴ്ചയായി കൊടുത്തിട്ട് വരും. ഇത് പിന്നെ ഫാമാണല്ലോ, അപ്പോൾ
പല സ്ഥലത്തു നിന്നും സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഐറ്റംസ് സാധനങ്ങളായിരിക്കും, നല്ല നല്ല ഇനങ്ങളായിരിക്കും വരിക. എൻ്റെ ജോലി ഇതാണ്, ഈ വളം ഉണക്കും, ഇതാ ഈ ചാണകം സമയം കിട്ടുന്ന സമയങ്ങളിൽ ഈ ചാണകം ഉണക്കുക, ചാക്കിലാക്കുക, ചാക്ക് പാക്ക് ചെയ്യുക, തുന്നുക, ഇതൊക്കെ തന്നെ അതിൻ്റെ പണികൾ. ഇതൊക്കെ നമ്മൾ അതായത് ഒരു മുതലാളി പണിക്ക് നിർത്തുമ്പോൾ അതിൻ്റെ മൂപ്പർക്കും ഒരു കാര്യം വേണ്ടേ, അപ്പോൾ ആ രീതിയിലുള്ള പണികളാണ്. അപ്പോൾ ഇത് കുറേ ആയി. അപ്പോൾ ഇതിപ്പോൾ മഴ വരുമ്പോഴും ഇതൊക്കെ ഉണക്കി അത് ഇങ്ങനെ പോവും, ഓരോരുത്തർ കൊണ്ടുപോകും. 10 ചാക്ക് 15 ചാക്ക് ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുപോകും. ഇപ്പോൾ ഈ കോഴികളുള്ള 4 കൂടാണ്. ഈ 4 കൂട്ടിലേ കോഴികളുള്ളൂ, കുറച്ച് കോഴികളേ ഉള്ളൂ, എന്നാലും കാണാം വിട്ടാൽ കോഴികളെ. ഇവർക്ക് തിന്നാൻ കൊടുക്കൽ അരി കൊടുക്കും, ഗോതമ്പ് കൊടുക്കും. ഇവർ ഈ വൈക്കോലൊക്കെ ചിക്കും. വന്നു കഴിഞ്ഞാൽ തുറന്നു വിട്ട് കഴിഞ്ഞാൽ കണ്ട കംപ്ലീറ്റ് വൈക്കോലൊക്കെ ചിക്കും. അതിലുള്ള നെല്ല് ഒക്കെ അവർ തിന്നും. വൈക്കോല് അത് കണ്ട വൈക്കോലൊക്കെ ഇതിൽ നെല്ല് മുഴുവൻ ഒരു ഇങ്ങനെ പരത്തിയിട്ട് വൈക്കോല് പരത്തിയിട്ടിട്ട് അതിൽ നിന്ന് തിന്നും, നെല്ലൊക്കെ തിന്നും അവർ. അതിൽ ഇവർക്ക് തിന്നാനുള്ള സാധനങ്ങൾ കുറേ ഇതിലുണ്ടാവും. പിന്നെ ഗോതമ്പുണ്ട്, പിന്നെ ഈ പഴയ കേടുവരുന്ന അരികളുണ്ട്, അതൊക്കെ ഇവർക്ക് കൊടുക്കും. ഇതിലെ വലിയ കോഴിയാണത്. അത് കൊത്തുന്നില്ല, കൊത്തൂല ഒച്ച ഉണ്ടാക്കും. നമ്മൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒച്ച ഉണ്ടാക്കും. അതാ അതിൻ്റെ ശബ്ദം. അതാ ശബ്ദം ഉണ്ടാക്കും. അതാണ് അതിൻ്റെ ശബ്ദം. അങ്ങനെ ശബ്ദം ഉണ്ടാക്കും. ഇപ്പോൾ ഇവിടെ 4 പോത്തുള്ളൂ. 4 പോത്ത് ആദ്യം വന്ന ഉടനെ ഒരു 10-12 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓരോന്ന് 2-3 അങ്ങനെ കൊടുത്തു പോവല്ലേ ഓരോ ടീം വരുമ്പോൾ. അതിന് പിന്നെ ഇപ്പം ഇനി ജാസ്തി വരും. ഇനി പെരുന്നാൾ നോമ്പൊക്കെ കഴിയുമ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ തന്നെ അതിന് മുന്നേ തന്നെ ഇപ്പോൾ ജാസ്തി കന്നുകൾ വന്നുകൊണ്ടിരിക്കും. വില മാത്രം എനിക്കറിയില്ല, വിലയൊക്കെ മുതലാളിയാണ് നിർണ്ണയിക്കുന്നത്. വില മാത്രം ഞാൻ പറയലില്ല. ചില ഇതിൻ്റെ വില നമുക്ക് എനിക്ക് പറയാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ അഥവാ അങ്ങോട്ടോ ആയി കഴിഞ്ഞാൽ നമ്മൾ